ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SPR പാചക ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മീൻ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയാണ്. നമ്മളെല്ലാ മീനുകളൊന്നും തേങ്ങ അരച്ച് വയ്ക്കാറില്ല. അപ്പോൾ തേങ്ങ അരച്ച് വയ്ക്കാൻ പറ്റുന്ന 2-3 മീനുകളെ ഞാൻ ഇക്കൂട്ടത്തിൽ പരിചയപ്പെടുത്തുന്നു. അതിലൊന്നാണ് മണങ്ങെന്ന് പറയുന്നത്. മണങ്ങ് ഇത്തിരി ചെറിയ മുള്ളുള്ളതാണ്. വറുത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് തേങ്ങ അരച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ കൊഴുവ, വേളൂരി ഇതൊക്കെയാണ് നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളിൽ മെയിനായിട്ട് നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്നത് അത്തരം മീനുകളാണ്. കൊഴുവയും വേളൂരിയും അതുപോലെ തന്നെ മണങ്ങും. ബാക്കിയുള്ള മീനുകളൊന്നും നമ്മളങ്ങനെ തേങ്ങ അരച്ച് വയ്ക്കാറില്ല. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണങ്ങാണ്. അപ്പം മണങ്ങിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ലെങ്തി ആവുന്നതുകൊണ്ട് അതിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് തേങ്ങ അരച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് 2 കുടപ്പുളി വലുത്, ഉപ്പ്, പച്ചമുളക്, ഒരു കഷ്ണം ഉള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഇത്രയുമാണ് ഇത് തേങ്ങ അരച്ച് വയ്ക്കാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ സാധാരണ മൺചട്ടിയിൽ തേങ്ങ അരച്ച് വെച്ചാലാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. മൺചട്ടിയിൽ ഏത് കറി വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ഇൻഡക്ഷനിൽ വയ്ക്കുന്നത് കൊണ്ട് ഞാൻ തേങ്ങ അരച്ച് വയ്ക്കാൻ വേണ്ടി ഒരു പാനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മീനിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഇതിനരയ്ക്കാനെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൂട്ടണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മീൻ നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടപ്പുളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. പുളി ഇത്തിരി അധികം വേണം, എന്നാലേ കറി ടേസ്റ്റി ആവത്തുള്ളൂ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അത് നമ്മളതിനകത്തേക്ക് മുറിഞ്ഞിടുന്നു. 2 പച്ചമുളക് മീനിൻ്റെ അളവനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 2 മുഴുവൻ എടുത്തില്ല. ഇനി നമ്മളിതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. മുളക് പൊടി അധികം ആവരുത്, ഇത് മഞ്ഞ നിറത്തിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഇട്ടിരിക്കുന്നത് കൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി ആയാലും മതി. മീൻ അധികം എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി എടുക്കും. പിന്നെ നമ്മളിതിനകത്ത് ഇത് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻഡക്ഷനിലേക്ക് ഇത് വയ്ക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് കറി വറ്റിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. മിക്സിയുടെ ജാറിൽ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. തേങ്ങ അരച്ച് കറിയാകുമ്പോൾ തേങ്ങ അധികം വേണം. അപ്പോൾ നമ്മൾ മീനെടുത്തിരിക്കുന്നതിൻ്റെ അളവനുസരിച്ച് നമുക്ക് തേങ്ങ ഉപയോഗിക്കാം. ഇതിൻ്റെ അടിയിൽ ഇത്തിരി വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡക്ഷനിൽ വെക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിൽ അത് ഒന്ന് തുടച്ച് കൊടുക്കുക. ഇനി ഇതിനൊക്കെ 1 കഷ്ണം ഉള്ളി നമ്മൾ അരയ്ക്കാൻ വേണ്ടി ചേർക്കുന്നു. പിന്നെ മുളകൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരല്പം മുളക് പൊടി ഇതിനകത്തേക്കൊന്ന് കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്താൽ മതി. അതോടൊപ്പം മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നു. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇതിനകത്തേക്ക് ഒരു 2 വേപ്പിലയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേക്കും കറി നന്നായിട്ട് മീൻ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന മീൻ, ഇൻഡക്ഷനിൽ വെച്ചിരിക്കുന്ന മീൻ നന്നായിട്ട് വറ്റി വരും. നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം.
നമ്മൾ ഇൻഡക്ഷനിൽ വെച്ച് മീനിവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല പുളി ഉപ്പും ഒക്കെ ചേർന്ന് നല്ല മണം വരുന്നുണ്ട്. പുളി അധികം വേണം. അതുപോലെ തന്നെ മീൻ നമ്മൾ ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. വലിയ പീസാക്കി ഇടരുത്. ചെറുതായിട്ട് മുറിച്ചാൽ മാത്രമേ അതിന് നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. മീൻ നന്നായിട്ട് വറ്റി ഇത്തിരി വെള്ളം മീനിൽ ഇത്തിരി അധികം വെച്ച് വറ്റിക്കണം. എന്നാലേ പുളിയൊക്കെ അതിനകത്ത് പിടിക്കുകയുള്ളൂ. പിന്നെ തീ കുറച്ചിട്ട് വറ്റിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് മീൻ നല്ല ടേസ്റ്റായിരിക്കും ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട്. ഇവിടെ നമ്മൾ വെച്ച വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മളതിൻ്റെ ഗ്രേവി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു. ഇത് അധികം വെള്ളമാകരുത്. നമ്മൾ തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കുറച്ച് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഒരുപാട് വെള്ളമാകാൻ പാടില്ല. ഇനി നമ്മളിതിനകത്തേക്ക് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നത് വരെ മാത്രമേ വയ്ക്കാവൂ. തിളച്ച് പോയാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മളതൊന്ന് തീ കുറച്ചൊന്ന് നോക്കുക. അതിനിടെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. നല്ല പുളിയും നന്നായിട്ടുണ്ട്. ഉപ്പൊരു ലേശം കുറവുണ്ട്. അപ്പോൾ നമ്മളൊരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഒരുവിധം ചൂടായി വരുന്നുണ്ട്. തിളച്ച് പോകാൻ പാടില്ല. തിളച്ച് പോയി ആ കറിയുടെ ടേസ്റ്റും ഒക്കെ അതോടുകൂടി പോകും. അപ്പോൾ അരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മൾ അരയ്ക്കുകയും വേണം. ഇതിനകത്ത് തരിയൊന്നും പാടില്ല. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കറി ഇവിടെ ഇതായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിവിടെ ഇറക്കി വയ്ക്കുന്നു. പിന്നെ നമ്മൾ അടുത്തത് ഇതിനകത്തേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ വയ്ക്കുന്നു. അപ്പോൾ നമ്മളിത് തീ കൂട്ടി വയ്ക്കുക. ഇനി ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ 2 കഷ്ണം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വേപ്പില, 2-3 വറ്റൽമുളക്. ഇത്ര ഇതിന് വേണ്ടി കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാനൊന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇനി നമ്മളിതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ പാൻ ചൂടായാൽ ഇതിനകത്ത് നമുക്ക് വേഗം തന്നെ പാചകം ചെയ്യാം. അപ്പോൾ കടുക് നമ്മളിട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നു. 2 കഷ്ണം ഉള്ളി നമ്മൾ മുറിച്ച് വെച്ചതാണത്. ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വെക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് വറ്റൽമുളക് മുറിച്ചിടുന്നു. ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെ ഒക്കെ നല്ലൊരു മണം പറയുന്നുണ്ട്. അതൊരു വിധം മുരിഞ്ഞ് വരുമ്പോൾ നമ്മളതിനകത്തേക്ക് ഈ വേപ്പിലയും കൂടെ നമ്മൾ ചേർക്കുന്നു. ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു ഫിഷ് കറി. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെറിയ മീനുകൾ, കൊഴുവ, വേളൂരി, അതുപോലെ തന്നെ മണങ്ങ്, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ വറ്റിച്ച് തേങ്ങ അരച്ച് വയ്ക്കാവുന്നതാണ്. ടേസ്റ്റിയായിട്ട് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമാവും. നല്ലൊരു കറിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക്